പഴയ ആ റവ കൊണ്ടുള്ള ഹൽവയ്ക്ക് ഒരു മിൽക്കി ട്വിസ്റ്റ് ആണ് ഈ പുതിയ മിൽക്ക് കേസരി ഹൽവ. ഇതിൽ അമുലിന്റെ നെയ്യും അമുലിന്റെ പാലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ലാവിഷായ ഒരു ലഞ്ച് കഴിഞ്ഞ ശേഷം ആസ്വദിക്കാവുന്ന മികച്ച ഒരു ട്രഡീഷണൽ ഡെസേർട്ടാണ് ഇതെന്ന് നിസ്സംശയം പറയാം. ഇതിനു വേണ്ട ചേരുവകൾ: 3 കപ്പ് അമുൽ താജ മിൽക്ക്, 1 ടേബിൾ സ്പൂൺ അമുൽ നെയ്യ്, 1 കപ്പ് നേരിയ റവ അഥവാ സൂചി, 1/2 കപ്പ് പഞ്ചസാര, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 2 ടീസ്പൂൺ കുങ്കുമപ്പൂ പാലിൽ മുക്കിയത്, 18 മുതൽ 20 കശുവണ്ടി, 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവയായ അമുൽ താജ പാലിൽ നിന്ന് തന്നെ മുന്നൊരുക്കം തുടങ്ങാം. അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ 3 കപ്പ് അമുൽ പാൽ ഒഴിച്ച് ചൂടാക്കുക. പാൽ ചൂടായി കഴിയുമ്പോൾ പഞ്ചസാരയും കുങ്കുമപ്പൂവും ചേർക്കുക. തീ താഴ്ത്തി വെച്ച് പാൽ തിളപ്പിക്കുക. പാൽ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്ഥിരമായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഏതാനും മിനിറ്റിനുള്ളിൽ കുങ്കുമം തിളയ്ക്കുന്ന പാലിൽ നന്നായി അലിഞ്ഞു ചേരും. ചട്ടി അടുപ്പിൽ നിന്ന് ഇനി ഇറക്കി വെക്കാം. അടുത്തതായി കശുവണ്ടി നേരിയ കഷണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. അടുത്തതായി മറ്റൊരു പാൻ എടുത്ത് അമുലിന്റെ നെയ്യ് 8 ടേബിൾ സ്പൂൺ അതിൽ ചേർക്കുക. നെയ്യ് ഉരുകാൻ തുടങ്ങുന്നതോടെ തീ കുറച്ച് അതിൽ കശുവണ്ടിയെല്ലാം ചേർക്കുക. കശുവണ്ടിക്ക് നല്ല സ്വർണ്ണ നിറമാകുന്നതുവരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനിയാണ് ഇതിലേക്ക് റവ ചേർക്കുന്നത്. നെയ്യും റവയും നന്നായി കൂടിച്ചേരണം. അതിനാൽ നന്നായി ഇളക്കണം. റവ എല്ലായിടത്തും ഒരുപോലെ വറവെത്താൻ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇനി നേരത്തെ കുങ്കുമപ്പൂവ് ചേർത്ത് തയ്യാറാക്കി വെച്ച പാൽ എടുത്ത് ഈ റവയിലേക്ക് ഒഴിക്കുക. ഒഴിക്കുമ്പോഴും തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം. റവ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണിത്. അടുത്തത് ഏലക്കാപ്പൊടിയും ഉണക്കമുന്തിരിയും ചേർത്ത് നന്നായി ഇളക്കുക. റവ പാലിനെ ആഗിരണം ചെയ്യാൻ തുടങ്ങും. മിശ്രിതം കട്ടയാകാൻ തുടങ്ങുകയും ചെയ്യും. ഒരു ചട്ടുകം കൊണ്ട് മിശ്രിതം പരത്തി ലെവൽ ചെയ്യുക. അതിനുശേഷം ഏകദേശം 5 മിനിറ്റ് കുറഞ്ഞ ഫ്ലെയിമിൽ വേവിക്കുക. ഈ സമയമാകുമ്പോഴേക്കും പാൽ മുഴുവനും റവ ആഗിരണം ചെയ്തിട്ടുണ്ടാകും. നല്ല സ്വർണ്ണ മഞ്ഞ നിറത്തിൽ അതിപ്പോൾ തിളങ്ങി നിൽക്കും. നിങ്ങളുടെ മിൽക്ക് കേസരി ഇപ്പോൾ വിളമ്പാൻ തയ്യാറായി കഴിഞ്ഞു. അമുലിന്റെ അമൂല്യമായ നന്മകൾ നിറഞ്ഞ വാം ആൻഡ് സ്വീറ്റ് ഡെസേർട്ട് റെഡി.